അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ രാവിലെ തൊട്ട് രാത്രി വരെ ഞാൻ കഴിക്കുന്ന ഡിഫറെൻറ്റ് മീൽസ് ആണ്. രാവിലെ 7 മണിക്ക് എണീറ്റ് എന്റെ ഫേവറേറ്റ് 17 കാടമുട്ടയും 2 ഈത്തയ്ക്ക പുഴുങ്ങിയതുമാണ് കഴിച്ചത്. ഈ പ്രായത്തിലുള്ള പിള്ളേരൊക്കെ നന്നായിട്ട് ആഹാരം കഴിക്കണം. ബ്രേക്ക്ഫാസ്റ്റിന് 6 ഗോതമ്പ് റൊട്ടിയും താറാമുട്ടക്കറിയും മീൻ വറുത്തതും കഴിച്ചു. പിന്നെ 6 ക്രീം ഫഡ്ജും കഴിച്ചായിരുന്നു. എന്താണെന്നറിയില്ല ചേച്ചി, ഇപ്പൊ എത്ര കഴിച്ചാലും വിശപ്പില്ല. ആർത്തി കൂടിയിട്ടാവും. 11 മണിക്ക് പോപ്കോണും മിൽമാടെ ബട്ടർ സ്കോച്ച് ബദാം ഫ്ലേവർഡ് മിൽക്കും കുടിച്ചു. ഉച്ചയ്ക്ക് ചോറ് പുറത്തുനിന്നായിരുന്നു. ചോറ് തുറക്കുമ്പോൾ പായസമാണ് ഞാൻ ആദ്യം തിരയുന്നത്. പിന്നെ കുറച്ച് പീനട്ട് ബട്ടറും കഴിച്ചു. നമുക്കൊരു കാര്യം ചെയ്താലോ, ഒരു പാത്രത്തിൽ കുറച്ച് ശർക്കരയും കുറച്ച് തേങ്ങയും 2 ചട്ടി സിമന്റോട് കലക്കിയിട്ട് പായസം കുടിപ്പിച്ചാലോ. അന്നനാളാണെങ്കിൽ കോൺക്രീറ്റ് പോലെയോ. പിന്നെ ഇടക്കിടക്ക് നനച്ചു കൊടുത്തത് ഒരു ഉറപ്പിന്, പിന്നെ വിഷമിന്റെ പ്രശ്നം ഉണ്ടാവില്ല. ഉച്ച കഴിഞ്ഞ് സൈറ്റിൽ പോകണമായിരുന്നു. 4 മണിക്ക് 2 പഫ്സും 2 കട്ട്ലറ്റും കഴിച്ചു. ഇടയ്ക്ക് നനയ്ക്കാൻ 1 കുപ്പി സോഡ സർബത്തും വാങ്ങിയായിരുന്നു. വൈകിട്ട് പോകുന്ന വഴിക്ക് ബേക്കറി കയറിയിട്ട് മിന്റ് മൊയ്റ്റോ കുടിച്ചു. ഗ്രീൻ ആപ്പിൾ ഞാൻ ട്രൈ ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് അതുകൂടി ഓർഡർ ചെയ്തായിരുന്നു. ഇതിനും വേണ്ടി തനിക്ക് മാത്രം ഞാൻ കൊന്നുമില്ലല്ലോ. പിന്നെ നാളെ സൈറ്റിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പുതിയ ഐറ്റം ചോക്കോ ഗ്രൗണ്ടിട്ട് എന്റെ ഫേവറേറ്റ് വാഫർ റോൾ വാങ്ങി. 6 മണിക്ക് വീട്ടിലെത്തിയിട്ട് കഴിക്കാൻ ഷവർമ വാങ്ങിയായിരുന്നു. 1ന്റെ പകുതി ഉമ്മ കഴിച്ചോളൂ, ബാക്കി എനിക്ക് കിട്ടി. 2.5 ഷവർമ ഞാൻ കഴിച്ചു. ഞാൻ എന്റെ ജാതകം ഒന്ന് നോക്കിച്ചാലോ എന്ന് ആലോചിക്കായിരുന്നു. ഈ മാനഹാനും ദ്രവ്യനഷ്ടം എത്ര കാലം കൂടി ഉണ്ടെന്ന് അറിയാൻ വിശന്ന് തല ഇറങ്ങുന്നെന്ന് പറഞ്ഞ് ക്രിസ്ത്യൻ കോളേജ് ജംഗ്ഷന് വണ്ടി ഓട്ടി. ആദ്യം ഒരു ക്വീൻ ബീഫ് ബർഗർ ഓർഡർ ചെയ്തു. ടേസ്റ്റ് കാരണം പെട്ടെന്ന് ഇറങ്ങിപ്പോയി. അതും കഴിച്ച് സൈഡിലിരുന്ന ഫ്രഞ്ച് ഫ്രൈസ് ഒതുക്കി ഒരു സ്കൾ ഡ്രോപ്പർ വാങ്ങിച്ചു കഴിച്ചു. നീ നമ്മുടെ മോനെ കൊണ്ട് അകത്ത് പോയിക്കോ, ഇല്ലെങ്കിൽ ചിക്കൻ ആണെന്ന് പറഞ്ഞ് നമ്മുടെ ചെക്കൻ അവൻ തിന്നും. പനി മാറി ചൂട് മാത്രം ഉള്ളതുകൊണ്ട് ഷേക്ക് കഴിക്കുന്നത് കുഴപ്പമൊന്നുമില്ല. ഇടയ്ക്കൂടെ സാർ സൈറ്റിൽ നിന്ന് വിളിച്ചോണ്ടിരുന്നു. സാർ വേറെ നിറച്ചിട്ടാണ് ഇരിക്കുന്നത്. ഇത്തിരി നേരം എന്നെ കാത്തിരിക്കുന്നത് തെറ്റൊന്നുമില്ലെന്ന് എനിക്ക് തോന്നി. തീരുമ്പോഴത്തേക്ക് തിന്നാൻ പൊറോട്ട പറഞ്ഞു. തൊട്ടപ്പുറത്ത് പൊറോട്ട ഒക്കെ കൊടുക്കുന്ന ഇവർ ഒരു ചെറിയ കടയുണ്ട്. 4 നൂൽ പൊറോട്ട വാങ്ങി 2 ഇത്താക്ക് കൊടുത്ത് 2 ഞാൻ ചിക്കൻ കറിയായിട്ട് കഴിച്ചു. ശരിയാ, ഇനി 5 മിനിറ്റിലേക്ക് ഒന്നും കഴിക്കാൻ പറ്റില്ല. പിന്നെ ഞാൻ പറഞ്ഞ ബീഫ് കൊത്തു പൊറോട്ടയും വന്നു. അത് അടിപൊളിയായിരുന്നു. പെട്ടെന്ന് പോകണ്ടോണ്ട് പെട്ടെന്ന് കഴിച്ചു. ഒരു പീനക്കൊളാദ മൊയ്റ്റോ കൂടെ കുടിച്ച് ഒരു സ്പെഷ്യൽ ഓർഡർ ഫ്രൈസ് കൂടെ ഓർഡർ ആക്കി. പോകാൻ വെപ്രാളം വേണ്ടി പെട്ടെന്ന് ഇറങ്ങി. വന്ന ആരും ഇവിടെ കിടക്കുക. വേറെ റോൾസ് ഒക്കെ സൊമാറ്റോയിൽ ടോപ്പി കിടക്കുന്നുണ്ട്. തിരിച്ചു വരാൻ നേരത്തെ ഒന്നുകൂടെ തല ഇറങ്ങാന്ന് വെച്ച് അവിടെ നിന്ന് ഇറങ്ങി. തിന്നാന്നൊരു വിചാരം മാത്രമുള്ള ഭീകര. എനിക്ക് വിശക്കുന്നു. ഇവിടെ എന്താ തിന്നാൻ കിട്ടുക? ആ ചാണകവണ്ടി പോരും, ഞാൻ കുറെ കോരിത്തരാം. മതിയാ വന്ന് തീർക്കുന്നതിന് മുമ്പ് പെട്ടെന്ന് കഴിക്കണം. ആദ്യം ഒരു ഐറിഷ് ക്രീം കോഫി കുടിച്ചു. പിന്നെ ഡൈനാമൈറ്റ് ചിക്കനും. ഇത് കൊള്ളാം. ശേഷം ഇച്ചിരി വെള്ളം കുടിച്ച് പിള്ളേരെ പോളിംഗ് നോക്കി പെരുവരി അൽഫാമിന് ഓർഡർ ഇട്ടു. കൊച്ചു ബാക്കിയുണ്ട്. കുരങ്ങിന് വേണോ? എവിടെ അസുഖം എനിക്ക് മനസ്സിലായി. ആർത്തി മൂത്ത് പ്രാന്തായതാണ്. ഇത്താക്ക് വേണ്ടാനോണ്ട് ഒരു ക്വാർട്ടറേ വാങ്ങുള്ളൂ, ഒരു കുബൂസും. ഇത്താക്ക് പോസ്റ്റ് കൊടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് പെട്ടെന്ന് കഴിച്ച് 2 സ്പെഷ്യൽ സ്മോക്കി ഷവർമ ഓർഡർ ചെയ്തു. നിനക്കൊന്നും വേണ്ട സോളമ, ബാക്കി എന്തെങ്കിലും ഉണ്ടാവോ നോക്കട്ടെ. ശേഷം എനിക്കൊരു സിനമൺ ബ്ലാക്ക് ടീയും കുടിച്ച് ഡൈനാമിറ്റ് പൊറോട്ടയും തിന്ന് ഇറങ്ങാൻ നേരം സൊമാറ്റോയിലെ ചേട്ടൻ പഴപ്പൊരു ബീഫായിട്ട് പോകുന്നുണ്ട്. ഇനി വീട്ടിൽ ചെന്ന് രാത്രി ഫുഡ് കഴിക്കാൻ പറഞ്ഞെങ്കിൽ ഇതുകൂടി മതി, രാത്രി ഒന്നും വേണ്ടാന്ന് പറഞ്ഞ് അതും വാങ്ങിച്ച് പാഴ്സലും വാങ്ങി വീട്ടിലേക്ക്. അടുക്കരുത്, അടുക്കൂടാതെ. ഞാൻ മോശക്കാരനൊക്കെ മോശക്കാരൻ. അമ്മാവൻ ചൊല്ലുത് തട്ടാതെ മര്യാദക്ക് പോയിട്. അളിയോ തമ്പിളിയോ വന്നേ.